നമസ്കാരം. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച നെടുമങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവിന്റെ സംസ്കാരം അദ്ദേഹം പുതുതായി പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന വീട്ടുവളപ്പിൽ നടന്നു. കുര്യാത്തിയിലെ വസതിയിൽ അരുൺ ബാബുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. കടബാധ്യതകൾ തീർത്ത് പുതിയ വീട്ടിൽ ജീവിതം ആഗ്രഹിച്ച കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് കുവൈത്തിൽ എരിഞ്ഞടങ്ങിയത്. അരുണിന്റെ ഭൗതിക ശരീരം ആദ്യം പൂവത്തൂരിലെ ഭാര്യ വീട്ടിൽ എത്തിച്ച ശേഷം ഉഴമയ്ക്കാലിലെ കുടുംബ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കുകയായിരുന്നു. ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് കുടുംബ വീട് സാക്ഷ്യം വഹിച്ചത്. അരുണിന്റെ മക്കളും ആംബുലൻസിൽ കുടുംബ വീട്ടിലേക്ക് എത്തിയിരുന്നു. അലമുറയിട്ട് കരയുന്ന മാതാവിനെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ പാടുപെട്ടു. 7 മാസം മുൻപാണ് അരുൺ ബാബു കുവൈത്തിലേക്ക് തിരിച്ചുപോയത്. NBTC കമ്പനിയിലാണ് അരുൺ ബാബു ജോലി ചെയ്തിരുന്നത്. വിരലടയാളം വെച്ചാണ് അരുൺ ബാബുവിനെ അധികൃതർ തിരിച്ചറിഞ്ഞത്. 2 ദിവസമായി അരുണിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെയാണ് ബന്ധുക്കൾ കമ്പനിയിൽ വിവരം തിരക്കിയത്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം അരുണിന്റെ മൃതദേഹം മോർച്ചറിയിൽ കണ്ടെത്തിയതായി കുടുംബത്തിന് വിവരം ലഭിച്ചത്. ഉച്ചയോടെ വിരലടയാളം പരിശോധന ഫലം വന്ന ശേഷം അധികൃതർ വീട്ടുകാരെ ഔദ്യോഗികമായി മരണവിവരം അറിയിക്കുകയായിരുന്നു. അരുണിന് ഭാര്യയും 2 മക്കളുമുണ്ട്. അതേസമയം തീപിടുത്തത്തിൽ പൊള്ളലേറ്റു മരിച്ച വർക്കല സ്വദേശി ശ്രീജേഷ് തങ്കപ്പൻ നായരുടെ ചിതയ്ക്ക് സഹോദരി ഭർത്താവ് രാജേഷ് തിരികൊളുത്തി. ഇടവപ്പാറയിൽ കാട്ടുവിള വീട്ടിലായിരുന്നു സംസ്കാരം. ഭൗതിക ശരീരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച സമയത്ത് അത് സ്വീകരിക്കാനുള്ള രേഖകളിൽ ഒപ്പിട്ട് നൽകാൻ ശ്രീജേഷിന്റെ സഹോദരിയെ യാത്രാമധ്യേ തിരികെ വിമാനത്താവളത്തിലേക്ക് വീണ്ടും വിളിപ്പിച്ചിരുന്നു. ഇതുമൂലം വീട്ടിലേക്കുള്ള ഇവരുടെ യാത്ര 1.5 മണിക്കൂറോളം വൈകി. സംസ്കാര ചടങ്ങുകളും ഇതുമൂലം ഏറെ വൈകിയാണ് ആരംഭിക്കാനായത്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പോലീസ് അകമ്പടിയോട് കൂടിയ ആംബുലൻസ് വർക്കല ഇലകമൺ കെടാകുളത്തെ ആരതിയുടെ ഭർത്തൃവീട്ടിൽ വൈകിട്ട് 4:30 എത്തിയെങ്കിലും സഹോദരിയും ഭർത്താവും 1.5 മണിക്കൂർ വൈകി 6 മണിയോടെയാണ് എത്തിച്ചേർന്നത്. അതുവരെ പെട്ടിയിലടച്ച മൃതദേഹം വീട്ടുമുറ്റത്തെ കട്ടിലിൽ ഇവരെത്തുന്നതും കാത്ത് തുറക്കാതെ വെച്ചു. 5:30 ശേഷം തഹസീൽദാർ MI ആസിഫ് റജു, താലൂക്ക് ആശുപത്രി ഡോക്ടർ അനൂജ അസീസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ വീടിനകത്തു വെച്ച് പെട്ടി തുറന്ന ശേഷമാണ് പൊതുദർശനത്തിന് വെച്ചത്. സഹോദരിയും ഭർത്താവും സ്ഥലത്തെത്തി അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് ഇടവപ്പാറയിൽ കാട്ടുവിള വീട്ടിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോയത്. അതേസമയം കുവൈത്തിലെ മാങ്കഫിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ബിനോയിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കളോടാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ബിനോയിയുടെ കുടുംബത്തിന് വീടില്ലെന്നും താൽക്കാലിക ഷെഡിലാണ് ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം കഴിയുന്നതെന്നും അറിഞ്ഞതിന് പിന്നാലെയാണ് വീട് വെച്ച് നൽകാമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകിയത്. സ്വന്തമായി വീട് എന്ന ആഗ്രഹം പൂർത്തിയാക്കാനാണ് ഒരാഴ്ച മുൻപ് ബിനോയ് കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. ഏറെക്കാലമായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ബിനോയിയും കുടുംബവും അടുത്തിടെയാണ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് അങ്ങോട്ടേക്ക് മാറിയത്. വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുൻപേ തെക്കൻ പാലിയൂർ കൊച്ചിപ്പാടത്തെ ബിനോയിയുടെ വീട്ടിലും മന്ത്രി എത്തിയിരുന്നു.